ഹലോ, ഞാൻ രശ്മി, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇന്ന് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ചെയ്തിരിക്കുന്നത്. അതും മിനിമൽ ആൻഡ് അഫോർഡബിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ചെറിയ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരുങ്ങാം എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് ക്രയോലോന്റെ ഡെർമ കളർ പാലറ്റ് ആണ്. നമുക്കിതൊരു ഓൾ ഇൻ വൺ പാലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിലൊരു 6 ഷെയ്ഡ്സ് വരുന്നുണ്ട്. നമുക്കിതൊരു കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ കളർ കറക്റ്റർ അവൈലബിൾ ആണ്. അപ്പം ഞാൻ അതിൽ നിന്നൊരു ലൈറ്റർ ഷെയ്ഡ് എനിക്ക് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ പിഗ്മെന്റേഷൻ ചെറിയ രീതിയിൽ എനിക്ക് അൺഡ്രൈഡ് അവിടെ ഒരു പിഗ്മെന്റേഷൻ ഉണ്ട്. പിന്നെ എൻ്റെ അപ്പർ ലിപ്സിന്റെ അവിടെ ഉണ്ട്. പിന്നെ ആ ചീക്സിന്റെ ഒക്കെ സൈഡിൽ വരുന്ന പിഗ്മെന്റേഷൻ ഒക്കെ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കൺസീലറും ഫൗണ്ടേഷനും എല്ലാം യൂസ് ചെയ്ത് ഒരുപാട് മേക്കപ്പ് ഇട്ട് ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ അവരുടെ പിഗ്മെന്റേഷൻ മാത്രം ഒന്ന് ഹൈഡ് ചെയ്ത് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്ക് ഫൗണ്ടേഷൻ പേഴ്സണലി ഇടാൻ ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ ഇതുപോലെ എൻ്റെ അൺഡ്രൈ ഡാർക്ക്നെസ്സും ലിപ്സിന്റെ താഴെ വരുന്ന ഡാർക്ക്നെസ്സും എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് വെറ്റ് ആക്കുവാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ മാസിന്റെ പൗഡർ പാലറ്റ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം 2 ഐബ്രോസ് നീറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഞാൻ സെപ്പറേറ്റ് ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ട് ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത്. അപ്പം അത് കാണേണ്ടവര് ഷോർട്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ഞാനൊന്ന് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ അണ്ടർ ഐസും പിന്നെ നോസിൻ്റെ സൈഡിലൊക്കെ നമുക്ക് നോർമലി ഓയിലി ആയിട്ട് കാണത്തില്ലേ, ആ ഏരിയാസ് മാത്രം ഞാനൊന്ന് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ലൂസ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്പ് ഗേളിൻ്റെ ആണ് ലൂസ് പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ഓയിലി ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ പൗഡർ സെറ്റ് ചെയ്യുമ്പോൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ എൻ്റെ ചീക്സ് ഏരിയയും നോസിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് ലീവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റെപ്പ് മേക്കപ്പിൽ ബ്ലഷ് ഇടുന്നത് തന്നെയാണ്. അപ്പോൾ അതിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് വരും. അപ്പോൾ 2 ചീക്സിലും നോസിലും പിന്നെ ചിന്നിലും ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ബ്ലഷ് ഇടുമ്പോൾ അതൊട്ടും ഓവറായി പോവാതെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഹൈലൈറ്റർ അല്ലെങ്കിൽ സ്ട്രോബ് ക്രീമാണ്. അപ്പം ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് എൻവൈബയുടെ സ്ട്രോബ് ക്രീം. ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിടുമ്പം തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വരും. അപ്പം 2-3 ലെയർ ഫൗണ്ടേഷനൊക്കെ ഇട്ടിരിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിടുക. ഒരുപാട് കട്ടിയിലൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഇങ്ങ് പോരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ കയ്യിൽ കുറച്ചെടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ചീക്സിലിടാം, നോസിലിടാം, നമ്മുടെ ചിന്നിലിടാം, ഐബ്രോ ബോൺ ഉണ്ടല്ലോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ഗ്ലോ നമ്മുടെ ഫേസിൽ വരും. നെക്സ്റ്റ് ഞാൻ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഐ മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയൽ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇത് ഏത് ലൈനർ ആണെന്ന്. അപ്പം ഞാൻ ഡാസ്ലറിൻ്റെ നമ്മുടെ സാധാ ലൈനർ യൂസ് ചെയ്തിട്ടാണ് കണ്ണെഴുതിയിരിക്കുന്നത്. അപ്പം ഐ മേക്കപ്പിൻ്റെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ ഷോർട്സിൽ നോക്കിയാൽ മതി. അടുത്ത നമ്മൾ ഡാസ്ലറിൻ്റെ തന്നെ മസ്കാരയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് അറൗണ്ട് ഒരു 50 റുപ്പീസ് എന്തോ ആയിട്ടുള്ളായിരുന്നു. അപ്പം അത് നല്ലൊരു മസ്കാരയാണ്. ആ റേറ്റിന് ഇത് വർത്തിയാണ്. അപ്പോൾ അഫോർഡബിൾ പ്രൊഡക്ട്സ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാവുന്ന ഒരു മസ്കാരയാണ് ഡാസ്ലറിൻ്റെ. പിന്നെ ഞാൻ മേബിലൈൻ്റെ കാജൽ യൂസ് ചെയ്തിട്ട് എൻ്റെ അപ്പർ വാട്ടർ ലൈൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കണ്ണിൽ നല്ലൊരു വ്യത്യാസം വരും. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ കണ്ണെഴുതുമ്പോഴത്തേക്കും അപ്പർ വാട്ടർ ലൈനും കൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലൈൻ ചെയ്തു. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്പ് ക്രീമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണിത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരുപാട് ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമുക്ക് കംഫർട്ടബിൾ, പിന്നെ നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നമ്പർ 58 ആണ്. ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഒരു 300 ബിലോ ആണ്. നമുക്ക് എല്ലാ സ്കിൻ ടോൺകാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഡീപ്പർ സ്കിന്നിലേക്ക് വാഷ് ഔട്ട് ആവണമെങ്കിൽ നമുക്കൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ലൈനർ തന്നെ യൂസ് ചെയ്തിട്ട് പൊട്ട് തൊടുന്നുണ്ട്. എത്ര പൊട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ലൈനർ വെച്ച് പൊട്ട് തൊട്ടാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെവല്യൂഷൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും നീറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിനെക്കാട്ടിൽ കൂടുതൽ ഒരു മെസ്സി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് പ്രിഫർ ചെയ്യാറ്. അപ്പം ഞാൻ എൻ്റെ ഹെയർ നടുക്കൂന്നൊന്ന് ചീകിയിട്ടുണ്ട്. അപ്പം രണ്ട് സൈഡിലും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സ്ലൈഡ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഹോട്ട് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ ഹെയറിൽ മെസ്സി ആയിട്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിൻ ചെയ്തതിന് ശേഷം ഞാൻ ആ ഹെയർ ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ കുറച്ചൊന്ന് ഹൈറ്റിൽ നമ്മുടെ ഹെയർ ഇരിക്കും. നമ്മളൊന്ന് പഫ് ചെയ്ത കണക്ക് നമ്മുടെ ഹെയർ ഇരിക്കും. ഒരു ബാക്ക് കോമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു ഗ്രീൻ ഇയറിങ്സ് കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ഒരു വെസ്റ്റേൺ ടൈപ്പ് ജുമുക്കയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്.